കണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്കുള്ള പേരിയ ചുരത്തിൽ വീണ്ടും മണ്ണിടിച്ചിൽ. വയനാട്ടിലേക്കുള്ള പാൽച്ചുരം വഴിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. അതിനാൽ പേരിയ ചുരം വഴിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. മണ്ണ് നീക്കാനുള്ള പ്രവൃത്തി ആരംഭിച്ചു. നിലവിൽ ഗതാഗതം തടസ്സപ്പെട്ട നിലയിൽ തന്നെയാണ്. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഈ പാൽച്ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായി. ഇന്ന് രാവിലെ അത് പുനഃസ്ഥാപിച്ചു. പക്ഷേ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാലാണ് അവിടെ ഗതാഗതം നിയന്ത്രിച്ചത്. ഇപ്പോൾ പേരിയ ചുരത്തിൽ കൂടി മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു. വലിയ ഗതാഗത കുരുക്കുണ്ടോ? അത് തീർച്ചയായിട്ടും വാഹനങ്ങളെല്ലാം അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതായത് മധു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ ഈ പറയുന്ന വയനാട്ടിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് പാൽച്ചുരം തന്നെയാണ്. ആ പാൽച്ചുരത്തിലുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചിരുന്നു. ഇന്നലെ രാത്രിയിൽ നിയന്ത്രിച്ചിരുന്നുവെങ്കിലും അല്ലെങ്കിൽ നിരോധിച്ചിരുന്നുവെങ്കിലും ഇന്ന് രാവിലെയോടുകൂടി അതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചിരുന്നു. പക്ഷേ പിന്നീട് ഈ മണ്ണിടിച്ചൽ സാധ്യതയും മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യതയും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ആ പാൽച്ചുരം വഴിയുള്ള ഗതാഗതം നിരോധിച്ചത്. വീണ്ടും കലക്ടർ ഒരു ഉത്തരവിറക്കിയാണ് ഇത്തരമൊരു നിരോധനം ആ വഴിയുള്ള ഗതാഗതത്തിന് ഏർപ്പെടുത്തിയത്. പക്ഷേ അല്പസമയം മുമ്പ് ഏകദേശം ഒരു 2:30-3 മണിയോട് കൂടിയാണ് ഈ പറയുന്ന പേരിയ ചുരം വഴിയുള്ള ഗതാഗതവും അല്ലെങ്കിൽ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതായത് അവിടെയും മണ്ണിടിച്ച് ഈ പറയുന്ന റോഡിലേക്ക് വീണതിന്റെ ഭാഗമായി അതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏറെ വാഹനങ്ങൾ ഇതുവഴി തന്നെയായിരുന്നു കടന്നു പോയിരുന്നത്. കാരണം പാൽച്ചുരത്തെ ഗതാഗത നിയന്ത്രണം ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ വാഹനങ്ങൾ പേരിയ ചുരം വഴി മാനന്തവാടിയിലേക്കും വയനാട്ടിലേക്കുമൊക്കെ പോകുന്നതിന് വേണ്ടി ഈ റോഡാണ് ആശ്രയിച്ചിരുന്നത്. അപ്പോൾ അവിടെയും മണ്ണിടിച്ചിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ രാത്രിയിലും ഈ പേരിയ ചുരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ഈ മണ്ണൊക്കെ നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഇടിഞ്ഞു വീണിട്ടുള്ള മണ്ണും അതുപോലെ തന്നെ മരങ്ങളുമൊക്കെ അവിടെ നിന്ന് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം അവിടെയുള്ള ഫയർഫോഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് സന്നദ്ധ പ്രവർത്തകരുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഈ പറയുന്ന 2 വഴികളും വയനാട്ടിലേക്കുള്ള കണ്ണൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 2 വഴികളിലും ഇപ്പോൾ മണ്ണിടിച്ചൽ ഭീഷണി കാരണം അല്ലെങ്കിൽ മണ്ണിടിഞ്ഞു വീണതുകൊണ്ട് ഗതാഗതം നടക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പാൽച്ചുരം പാതയിലും പേരിയ ചുരത്തിലും ഒക്കെ മണ്ണിടിഞ്ഞു വീണ് അല്ലെങ്കിൽ അതിന്റെ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഗതാഗതം പൂർണ്ണമായും നിലച്ച മട്ടാണ്. അതായത് മണ്ണ് താൽക്കാലികമായി നീക്കിയാലും നേരത്തെ പറഞ്ഞതുപോലെ പാൽച്ചുരത്തിലേതുപോലെ തന്നെ ഒരു അപകട സാധ്യത നിൽക്കുന്നുണ്ട് അല്ലേ? അത് തീർച്ചയായിട്ടും ഈ ശക്തമായ രീതിയിൽ മഴ ഒക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന ഇളകി നിൽക്കുന്ന മണ്ണ്, അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങളിൽ നിന്ന് തന്നെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ മണ്ണ് ഇളകുകയും വലിയ പാറകളൊക്കെ ഉരുണ്ട് താഴേക്ക് വരാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പാൽച്ചുരം വഴിയുള്ള ഗതാഗതം നേരത്തെ തന്നെ കലക്ടർ നിരോധിച്ചിരിക്കുന്നത്. ഇവിടെയും സമാനമായ രീതിയിലുള്ള സ്ഥിതികൾ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നുൾപ്പെടെ മനസ്സിലാവുന്നത്. കാരണം ഒരു കുത്തനെയുള്ള ചെരുവിന് സമീപത്താണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായി റോഡിലെ മണ്ണ് മാത്രം നീക്കിക്കഴിഞ്ഞാൽ അതുവഴി ഗതാഗതം സുരക്ഷിതമായി കടന്നു പോകാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ ആളുകൾക്ക് കടന്നു പോകാൻ വേണ്ടി കഴിയും എന്ന് വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഇനി എന്ത് തരത്തിലായിരിക്കും നിലവിലുള്ള വാഹനങ്ങളെ മാത്രം കടത്തിവിട്ടുകൊണ്ട് അല്ലെങ്കിൽ കൂടുതലായി വാഹനങ്ങൾ എത്താത്ത രീതിയിലുള്ള ക്രമീകരണം ഏർപ്പാട് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. എന്തായാലും ആ തരത്തിലുള്ള ഒരു ക്രമീകരണത്തിലേക്ക് സ്വാഭാവികമായും ജില്ലാ ഭരണകൂടത്തിന് ഉൾപ്പെടെ കടക്കേണ്ടി വരും. കാരണം അവിടെ അപകട ഭീഷണി ഈ റോഡിലുള്ള മണ്ണ് നീക്കിക്കഴിഞ്ഞാലും അവിടെ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. എന്തായാലും നിലവിലിപ്പോൾ ഈ റോഡിലുള്ള മണ്ണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പ്രവൃത്തി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സന്നദ്ധ പ്രവർത്തകരുടെയും പോലീസും ഫയർഫോഴ്സും ഒക്കെയുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രവൃത്തി അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നിലവിലുള്ള വാഹനങ്ങൾ ഒരുപക്ഷെ മുകളിലേക്കോ അല്ലെങ്കിൽ തിരിച്ചിറക്കുകയോ അല്ലാതെ അവിടെ നിലനിർത്തുന്നതും വലിയ അപകട ഭീഷണി തന്നെയാണ്. കാരണം ആളുകളൊക്കെ അവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വാഹനം ഒന്നുകിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ഈ മണ്ണ് നീക്കി മുകൾ ഭാഗത്തേക്ക്, അതായത് വയനാട് ഭാഗത്തേക്ക് കടന്നു പോകാനും അവിടെ നിന്ന് തിരിച്ച് വന്നിട്ടുള്ള വാഹനങ്ങൾ തിരിച്ച് കൊട്ടിയൂർ ഭാഗത്തേക്കും കേളകം ഭാഗത്തേക്കും ഒക്കെ വരാൻ, നെടുമ്പൊയിൽ ഭാഗത്തേക്കൊക്കെ വരാനുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കേണ്ടി വരും. പക്ഷേ കൂടുതലായി ഇനിയൊരു വാഹനങ്ങളെ കടത്തിവിടാനുള്ള ഒരു നീക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതും വലിയൊരു അപകട ഭീഷണി. അതുകൊണ്ട് അത് നിയന്ത്രിക്കാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്. മാധവ്, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. പേരിയ ചുരത്തിലും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. JCB ഉപയോഗിച്ച മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമൊക്കെ ഉണ്ട്. പക്ഷേ JCBക്കാണെങ്കിലും അങ്ങോട്ട് പോകാനുള്ള വഴി ഒരുങ്ങേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ ഉള്ള തടസ്സം നീക്കിയാലും കൂടുതൽ വാഹനങ്ങൾക്ക് അതിലെ കയറി പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ എന്നറിയില്ല. മണ്ണിടിച്ചിൽ ഭീഷണിയാണ് എങ്കിൽ ആ ചുരത്തിലെമ്പാടും അത്തരത്തിലുള്ളൊരു ഭീതിതമായ സാഹചര്യമുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.